അധികാരം തിരിച്ചുപിടിക്കാൻ പുത്തൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ്. മുതിർന്ന നേതാക്കളെ നേതൃപദവികളിലേക്ക് തിരിച്ചെത്തിച്ചും ജനസമ്മതരായ യുവ നേതാക്കളെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചും കോൺഗ്രസ് അണിയറയിൽ തയ്യാറെടുക്കുമ്പോൾ ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ചർച്ചകൾ അവസാനിക്കാതെ പരസ്പരം നോക്കി കൈമലർത്തുകയാണ് LDFും BJPയും. കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും സംബന്ധിച്ച് അതിനിർണായകമായ 2 തിരഞ്ഞെടുപ്പുകളാണ് മുന്നിലുള്ളത്. തുടർഭരണത്തിന് ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് വാഗ്ദാന പെരുമഴ ഒഴുക്കി LDF തിരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയും PM ശ്രീയും പോലുള്ള വിഷയങ്ങൾ കടുപ്പിച്ച് കളം പിടിക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിനെ ഇടത് സർക്കാരിന്റെ ദുർഭരണത്തിൽ നിന്നും രക്ഷിക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പോരാട്ടം അനിവാര്യമാണ്. സർപ്രൈസുകളുടെ രൂപത്തിലാണ് ഇത്തവണ കോൺഗ്രസ് പോരാട്ടത്തിനിറങ്ങുന്നത്. തലസ്ഥാന നഗരിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തിരുത്തിക്കുറിക്കാൻ മുൻ MLA KS ശബരിനാഥിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇതിനോടകം തന്നെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായി കഴിഞ്ഞു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ കൊല്ലവും കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ മേൽക്കോയ്മ. ജില്ലയിൽ ആര് മുന്നേറ്റം നടത്തുന്നുവോ അവർ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണത്തിലെത്തുമെന്നാണ് രാഷ്ട്രീയ കക്ഷികൾക്കിടയിലെ കാലങ്ങളായുള്ള വിശ്വാസം എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബാക്കി പാർട്ടികളെക്കാൾ മുൻപ് കോൺഗ്രസ് വലയെറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാനാണ് പരിചയസമ്പന്നരെയും യുവ നേതാക്കളെയും ഒരുപോലെ പരിഗണിച്ച് പുത്തൻ പോരാട്ടത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നത്. അരയും തലയും മുറുക്കി നഷ്ടമായ സ്വാധീനം എങ്ങനെയെങ്കിലും തിരികെ പിടിക്കണമെന്ന പോരാട്ട വീര്യത്തിലാണ് കോൺഗ്രസ്. അതിന്റെ ഭാഗമായാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വോട്ടുപിടുത്തവുമായി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണത്തെയും പോലെ തലസ്ഥാന നഗരത്തിൽ ഇത്തവണയും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് കനത്ത തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് കോൺഗ്രസിന്റെ തന്ത്രങ്ങളിൽ നിർണായകമായത്. ഈ ദൂരക്കാഴ്ചയുടെ ഫലമായാണ് പതിവിന് വിപരീതമായി ഇക്കുറി യാതൊരു തർക്കങ്ങളുമില്ലാതെ UDF നേതൃത്വം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതും. സ്ഥാനാർത്ഥി പട്ടികയിൽ അനുഭവജ്ഞാനത്തിനും യുവത്വത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയെന്നതും ഈ തന്ത്രത്തിന്റെ ഭാഗമാണ്. 30 വർഷത്തോളം കൗൺസിലറായിരുന്ന ജോൺസൺ ജോസഫ്, DCC സെക്രട്ടറി MS അനിൽകുമാർ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കിയ കോൺഗ്രസ് നിയമവിദ്യാർത്ഥിനിയും 24-കാരിയുമായ വൈഷ്ണ സുരേഷിനെ രംഗത്തിറക്കി യുവജനങ്ങളുടെ വോട്ടും ലക്ഷ്യമിടുന്നു. കൂടാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപന പട്ടികയിൽ സ്ത്രീകൾക്ക് മത്സരിക്കാൻ അവസരം നൽകിയതിലൂടെ സ്ത്രീ പ്രാതിനിധ്യവും കോൺഗ്രസ് ഊന്നൽ നൽകുകയാണ്. ഈ സമ്മിശ്രമായ തന്ത്രത്തിലൂടെ എല്ലാ വിഭാഗം വോട്ടർമാരുടെയും പിന്തുണ ഉറപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ നിൽക്കട്ടെ, ഇനി മറ്റു ജില്ലകളിലും വലിയ തന്ത്രങ്ങൾ മെനയുന്ന പണിപ്പുരയിലാണ് നിലവിൽ കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ കൂടുതൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ഇടത് സർക്കാരിനും BJPക്കും കൂടുതൽ സർപ്രൈസുകൾ നൽകാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കാവുന്ന സീറ്റുകളിലും പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തുന്ന മണ്ഡലങ്ങളിലും മത്സരിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജെനീഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഇനിയും കോൺഗ്രസിന്റെ വക സർപ്രൈസ് സ്ഥാനാർത്ഥികൾ കാണുമെന്ന് സാരം. കോഴിക്കോട്ടും കണ്ണൂരിലും തൃശൂരിലും കൊച്ചിയിലും സർപ്രൈസ് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കുമ്പോൾ അതിനെ അത്ര നിസ്സാരമായി കാണാൻ എതിർ പാർട്ടികൾക്ക് കഴിയില്ല. കൊച്ചി കോർപ്പറേഷനിൽ മേയർ വനിതയാകുമെന്ന് ഉറപ്പിച്ചതോടെ തിരക്കിട്ട ചർച്ചകളിലാണ് മുന്നണികൾ. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന സ്ഥാനാർത്ഥികളുടെ നീണ്ട നിര തന്നെയാകും UDF ക്യാമ്പിന്റെ കരുത്തും അതേസമയം പ്രതിസന്ധിയും. 2005 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയ മേഴ്സി വില്യംസ് ആയിരുന്നു കൊച്ചിയുടെ ആദ്യ വനിതാ മേയർ. പിന്നെ 2015 സൗമിനി ജെയിൻ, KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, മുൻ മേയർ സൗമിനി ജെയിൻ, മഹിളാ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മിനിമോൾ, മുൻ കൗൺസിലർ ഷൈനി മാത്യു, അങ്ങനെ നീളുന്നു സാധ്യതാ ലിസ്റ്റ് വലുതാണെങ്കിലും ദീപ്തി മേരി വർഗീസിന് തന്നെയാകും പ്രഥമ പരിഗണന. ആരാകും കൊച്ചിയുടെ 3ാമത്തെ വനിതാ മേയർ എന്ന് കാത്തിരിക്കുകയാണ് നാട്ടുകാരും. എന്തായാലും ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നത്. ഭിന്നത, കൂട്ടിയടി, രാജി തുടങ്ങിയ വിഷയങ്ങളിൽ കുടുക്കി കോൺഗ്രസിനെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്ന ഇടത് BJP കൂട്ടിന് പോലും ഇത്തവണ അടിപതറുകയാണ്. ഇടതിന്റെ ഉൾപ്പെടെ നീക്കങ്ങളെ തന്ത്രപൂർവ്വമാണ് ഇത്തവണ കോൺഗ്രസ് നേരിടുന്നത്. മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവ നേതാക്കളും ശക്തമായി നിലകൊള്ളുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കോൺഗ്രസിന് എളുപ്പമാകും. എല്ലാ പ്രാവശ്യത്തെയും പോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കോൺഗ്രസിന്റെ പ്രചരണ പരിപാടികൾ. എങ്കിലും പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ ഉയർത്തിക്കാട്ടിയാണ് കൂടുതൽ പ്രചരണം. ഇതിന്റെ ഭാഗമായി മണ്ഡലം തലത്തിൽ യാത്രകൾ നടത്തുകയാണ് നേതാക്കൾ. സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഘടക കക്ഷിയായ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗിനെ ഉപയോഗിച്ച് പ്രചരണ ജാഥകൾ നടത്തുന്നുണ്ട്.
കേരള കോൺഗ്രസും മണ്ഡലതലത്തിൽ കുടുംബയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് സംസ്ഥാനത്തിലുടനീളം നടത്തുന്നത്. പ്രാദേശിക തലത്തിൽ മാത്രമല്ല, വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ടീം UDF-ന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്ത് നടക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.